വളരെ വിഷമമുള്ള ഓരോ വാർത്തകളിലൂടെയാണ് നമ്മുടെ സമൂഹം ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ അവസാനം അറിഞ്ഞൊരു വാർത്ത, ഒരമ്മ ഒരു കുഞ്ഞു മോളെ വലിച്ചെറിഞ്ഞു കൊന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഓരോ ന്യൂസ് കേൾക്കുന്ന സമയത്തും നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളുടെ മനസ്സിനും അത് വേദന ഉളവാക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. ഒരു സംഭവം നടക്കുന്നു, അത് നമ്മൾ കുറച്ച് നാൾ നമ്മളത് വാർത്തകളിലൂടെ കാണുന്നു, പിന്നെ എല്ലാവരും അതിനെ അങ്ങ് മറക്കുന്നു. വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവുന്നത്? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ചുറ്റുപാടിൽ തന്നെ നമുക്കറിയാം, മാനസികാരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വാർത്തകളും വിവരണങ്ങളുമെല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം മാനസികാരോഗ്യത്തിൻ്റെ അറിവ് കൂടുന്നതാണോ, അതോ ഇത് കാണേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഈ വാർത്ത ഒരിടത്തും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അമ്മയുടെ മാനസികാവസ്ഥ ചിലപ്പോൾ വളരെ വിഷമത്തിലൂടെയായിരിക്കാം കടന്നു പോകുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പേ ഏതോ ഒരു ചാനലിൽ കാണുകയുണ്ടായി, ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊന്നും അല്ലായിരുന്നു അമ്മയ്ക്കെന്നൊക്കെ. നമ്മൾ ആരും ആ കേസ് കണ്ടിട്ടില്ല. ഒരു കേസ് കാണാതെ നമുക്ക് അവരെന്തായിരുന്നു അവരുടെ മാനസികാവസ്ഥ എന്ന് പറയാൻ നമുക്ക് ആർക്കും അർഹതയുമില്ല. പക്ഷെ എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ചികിത്സിക്കാതിരുന്നാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ വ്യക്തിയിൽ തന്നെ ഉണ്ടാകും. ഏറെക്കുറെയൊക്കെ മാറുമെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. ചികിത്സിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പൊതുവിൽ കാണുന്നത്, ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അത് ചികിത്സിച്ച് മാറ്റേണ്ടതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും അതിന് തയ്യാറാവാത്ത കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിലേക്കൊക്കെ ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പല ദാമ്പത്യ പ്രശ്നങ്ങളിലും നമ്മൾ പൊതുവെ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഈഗോകൾ. ഭാര്യയുടെ വീട്ടുകാരെ ഭർത്താവ് നല്ല രീതിയിൽ ബഹുമാനത്തോടു കൂടി കാണില്ല, ഭർത്താവിൻ്റെ ആൾക്കാരെ ഭാര്യയ്ക്കും തീരെ താല്പര്യം ഉണ്ടാവില്ല. അവിടെ നിന്നുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. ഒന്ന് ആശുപത്രിയിൽ കൂടെ നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ അച്ഛനുമായിട്ട് വഴക്കിട്ട് ഇറങ്ങിപ്പോകുന്ന ഭർത്താവ്, ഇതെല്ലാം പ്രസവിച്ച് കിടക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഓവറായിട്ടുള്ള ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം കയറി ഇടപെടുന്ന കുറേ സ്വഭാവ വൈകല്യങ്ങൾ, ഇതും പലപ്പോഴും പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ശരീരത്തിൽ മൊത്തം ഹോർമോൺ ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ചുറ്റും നിന്നുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ വരുമ്പം ഒരു സ്ത്രീക്ക് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ പറയും, ഓക്കെ, ചെറിയ വിഷാദത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഒന്ന് ചികിത്സിക്കാൻ പറയാറുള്ളപ്പോൾ പല സമയങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഒന്നീ ഭർത്താവ് പറയും ഇത് അവളുടെ ഒരു അഹങ്കാരമാണെന്ന്, അതല്ലെങ്കിൽ ഈ ചികിത്സ കിട്ടേണ്ട ആൾ തന്നെ പറയും, അമ്മായി അമ്മയോ നാത്തൂനോ ഒക്കെ പറഞ്ഞു നിനക്ക് ഡിപ്രഷനാണ്, അതുകൊണ്ട്
ആണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ട് ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യ മേഖലയിലുള്ള ഒരു പ്രൊഫഷണലിനെ കാണാനായിട്ട് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ തയ്യാറാവത്തില്ല. കാര്യം എന്തായാലും ഭർത്താവിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മാനസിക ആരോഗ്യ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ പോയി ഉണ്ടെന്നും എല്ലാം പറഞ്ഞാൽ അത് മോശമല്ലേ എന്നൊരു ചിന്ത പല പെൺകുട്ടികളിലും പൊതുവിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അങ്ങനെ അത് ചികിത്സിക്കപ്പെടാതെ ആവുന്നു. പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടിയുടെ അമ്മ, ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ അമ്മയോ അച്ഛനോ ഒന്നും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. തങ്ങളുടെ കുട്ടിക്ക് ചെറിയ മാനസികമായിട്ടുള്ള വിഷമതകൾ ഉണ്ട് എന്നുള്ളത് ഇവരെ അക്സെപ്റ്റ് ചെയ്യൂല. ചികിത്സ എടുക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല. തൻ്റെ കുട്ടിയെ മനോരോഗിയാക്കാനുള്ള ഭർത്താവിൻ്റെ ശ്രമമാണോ എന്നുള്ള സംശയത്തിലൂടെ ആയിരിക്കാം അവരെല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വിഷമം കൂടിയിരിക്കും. കൗൺസിലിങ്ങും ഇല്ല, മരുന്നുകളുടെ സഹായങ്ങളും ഇല്ല. അവരെന്ത് ചെയ്യും? ഒരു സുപ്രഭാതത്തിൽ വല്ലാത്ത വിഷമത്തിലൂടെ പോയപ്പോൾ ആത്മഹത്യയിലേക്കും, അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും വിഷമതകൾ ഉണ്ടാവുന്ന സമയത്ത് ഇവർ മറ്റു രീതിയിലുള്ള പല പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ ചെന്ന് ചാടിക്കൊടുക്കാറുണ്ട്. അതിനോടൊപ്പമായിരിക്കാം ഭർത്താവിൻ്റെ സഹാനുഭൂതി കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഭാര്യമാർ. ചില പുരുഷന്മാർ ഒരു റെസ്പോൺസിബിലിറ്റിയും ജീവിതത്തിൽ എടുക്കില്ല. എല്ലാം ഭാര്യയുടെ ആൾക്കാരും ചെയ്യട്ടെ എന്ന് ചിന്തിച്ചു കൂട്ടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവർ പലപ്പോഴും മദ്യപാനത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അവരുടേതായ കൂട്ടുകെട്ടിലൂടെയും ഒക്കെ പോകുന്ന ആൾക്കാരാവാം. സ്വാഭാവികമായിട്ടൊരു ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് നിൽക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ള ഘട്ടങ്ങളിൽ ഒരു സ്ത്രീ വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പിന്നെ ഉള്ള ഒരു വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടുകാർക്കൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നി ഒരു വ്യക്തിയെ ചികിത്സിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർ തയ്യാറെടുക്കുകയാണെങ്കിൽ ഇവർക്ക് പേടിയാണ് ഇത് ഇനി വിവാഹബന്ധം വല്ലതും വേർപ്പെടുത്താൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണോ എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതൊന്നും വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള കാരണങ്ങളല്ല. ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തെന്നും പറഞ്ഞുകൊണ്ട് അത് ഒരു ഡിവോഴ്സിനൊരു റീസണൊന്നും അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയുണ്ട് തന്നെ പല ആൾക്കാരും ചികിത്സ എടുക്കാറില്ല. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ മുറി വൈദ്യന്മാരുടെ ഉപദേശശാലകളായി മാറുകയാണ് പല സെൻറ്റേഴ്സും, കൗൺസിലിംഗ് സെൻറ്റേഴ്സും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയും കൊണ്ട് അവർ വളരെ വിശ്വാസപൂർവമായിരിക്കാം ആ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് വിഷാദമാണോ, അതോ ചെറിയ സ്ട്രെസ്സ് മാത്രമാണോ, അതോ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യാനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതോ ഇവരുടെ ഉള്ളിൽ കുട്ടിയെ ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും അസസ് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരാവണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും ഇവർക്ക് ഒരു നീതി കിട്ടാതാവുന്നു. പിന്നെ നമുക്ക് ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ഗവൺമെൻറ്റിന് സംവിധാനങ്ങളുണ്ട്. നമുക്ക് ചിൽഡ്രൻസ് ഹോംസ് ചുറ്റുമുണ്ട്. കേരളത്തിലൊട്ടാകെ ചിൽഡ്രൻസ് ഹോമുകളുണ്ട്. നിങ്ങൾക്കവിടെ ചൈൽഡ് ലൈൻ വഴി കുട്ടിയെ കുറച്ചൊന്ന് മാറ്റി നിർത്തണമെന്ന്, അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് അവിടെ നിർത്തി പഠിപ്പിക്കണമെന്നൊക്കെ
പറയാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്നും നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കൊല്ലരുത്. അതുപോലെ തന്നെ പല കേസുകളിലും ഈ വിഷാദം കൊണ്ട് അമിതമായിട്ടുള്ള ദേഷ്യമുണ്ടാവും. ചിലപ്പോൾ വിഷാദം തന്നെ ആവണമെന്നില്ല, ചില പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ ഇവർക്കൊക്കെ അവരുടേതായ സന്തോഷങ്ങൾക്ക് ഈ കുട്ടി ഒരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വെറുപ്പ് കാണിക്കും. ഒരു അമ്മ ചിലപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഇപ്പോൾ ഒരു മൊബൈലിൽ ഒരു വെബ് സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് ചെന്ന് അമ്മേ അമ്മേ എന്നും പറഞ്ഞ് ചെന്ന് വിളിക്കാൻ ചെല്ലപ്പോൾ ചിലപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് കുട്ടിക്ക് വേണ്ട അറ്റൻഷനൊന്നും കൊടുക്കില്ല. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അതുപോലെ കുട്ടിയെ ഉപദ്രവിക്കുക, കൈയൊക്കെ അടിച്ച് പൊട്ടിക്കുക, തീപ്പൊള്ളലേൽപ്പിക്കുക, ഇങ്ങനെയുള്ള പല സംഗതികളും ഇന്നും നമ്മുടെ കുട്ടികളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയുള്ള എന്തെങ്കിലും പീഡന വിവരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. അത് പേടിയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പൊതുപ്രവർത്തകനെ അറിയിക്കാം, ചൈൽഡ് ലൈനിൽ വിളിച്ച് പറയാം, സ്കൂളിലെ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പറയാൻ പറ്റും. കുട്ടി ഇങ്ങനെയൊക്കെയുള്ള പീഡനത്തിലൂടെയാണ് കുഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ കൊലപാതകങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പൊതുസമൂഹവും കൂടി കുറച്ചും കൂടെ മാനസികാരോഗ്യ സാക്ഷരതയിൽ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് വരണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പൊതുബോധത്തിന് ഇന്നും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നും കിട്ടുന്നതായിട്ട് എനിക്ക് പല കേസുകൾ കാണപ്പോഴും തോന്നുന്നില്ല. പല വേർപിരികളും ഡിവോഴ്സൊക്കെ നടക്കുന്നത് പോലും ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ നേരെ കണ്ടെത്തി ചികിത്സിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ആണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ രണ്ട് കുടുംബങ്ങൾ വേർപിരിയുന്നു, കേസായി, കോടതിയായി, പ്രശ്നങ്ങളായി, കുട്ടികൾക്ക് അച്ഛനുമില്ല അമ്മയും ഇല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നു. ചില കുട്ടികൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മരണങ്ങൾ നേരിട്ട് കാണേണ്ടി വരുന്നു. അവർക്ക് ജീവിതകാലം മൊത്തം ഉണ്ടാവുന്ന ട്രോമ, അതിനെക്കുറിച്ചൊന്നും പാരൻസായ നമ്മളാരും ചിന്തിക്കാറില്ല. പെട്ടെന്ന് ഒരു വൈകാരികമായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക. ഒരു ഭിന്നശേഷി ആയിട്ടുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങളെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനിലൊക്കെ കയറ്റി അങ്ങ് പറഞ്ഞയക്കുക. ഇങ്ങനെയുള്ളതെല്ലാം ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ്. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. ഇന്ന് നമ്മളെ ഗവൺമെൻറ് സംവിധാനമൊക്കെ ഈ ഒരു കാര്യത്തിൽ ഏറെക്കുറെ മെച്ചമാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. ചെറിയ ചെറിയ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ചികിത്സകൾ എടുക്കുക, ചുറ്റുപാടുകൾ മാറുക, കുടുംബം നമുക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണെന്നൊരു ചിന്ത നമ്മളിലേക്ക് തന്നെ എത്തിക്കുക. ഇതെല്ലാം ചെയ്യപ്പോൾ തന്നെ ഏറെക്കുറെ നമുക്ക് ഈ ദിനംപ്രതി കേൾക്കുന്ന ഈ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിയിലൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാവുന്ന മനോവേദനകളൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ്.